Hello guys, Assalamu alaikum. Welcome back to my channel Bachi's World. ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ലുലു മാളിലോട്ട് പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിലത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞങ്ങൾ ലുലു മാളിൽ എത്തിയിട്ട് നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ മാസം എടുത്ത വീഡിയോ കേട്ടോ. മോന് സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് ഞങ്ങൾ ലുലു മാളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പാലക്കാട് ലുലു മാളിലോട്ടാണ്. അപ്പോൾ ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഒന്നും ഞാൻ മുൻപത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. കുറച്ച് ഓഫർ പ്രൈസിലുള്ള കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വീട്ടിൽ കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ മെയിനായിട്ട് മേടിച്ചിട്ടുള്ളത് കുറച്ച് സോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൂത്ത് ബ്രഷ്, കോൾഗേറ്റ്, പിന്നെ ഓയിൽ, പിന്നെ കംഫേർട്ട്, അതുപോലെ ഹാൻഡ് വാഷ്, അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ഞാൻ ബദാം, കാഷ്നട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഓഫർ പ്രൈസിലായതുകൊണ്ടായിരിക്കും അത്ര റേറ്റ് കുറവ്. നമ്മുടെ നാട്ടിലൊക്കെ ബദാമിനും അണ്ടിപ്പരിപ്പിനൊക്കെ നല്ല വിലയാണ്. 1000-ന് മേലെ ഉണ്ടായിരുന്നു. ഞാനൊരു വട്ടം പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് മേടിച്ചത് 1/2 കിലോൻ്റെ കാഷ്നട്ടിന് 300 സംതിങ് ആണ് റേറ്റ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബദാമിന് 400 സംതിങ് ആയിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ കാഷ്നട്ടിന് 600 സംതിങ് ഉണ്ടായിരുന്നു 1/2 കിലോന്. അതുപോലെ ബദാമിന് അതിനേക്കാൾ റേറ്റ് കൂടുതലായിരുന്നു. ഓഫറിലായതുകൊണ്ടായിരിക്കാം നല്ല റേറ്റ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓയിലിനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു. നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ലുലുവിൽ നിന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ബില്ലൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ ഓഫറിലുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് ഒരുപാട് ബില്ലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ചില സാധനങ്ങൾക്ക് മാത്രമേ കേട്ടോ ഓഫറുള്ളൂ, അല്ലാത്തൊക്കെ സാധാ അതിൻ്റെ റേറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് റേറ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കുന്ന അതേ പ്രൊഡക്റ്റുള്ള റേറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഓഫർ പ്രൈസ് അല്ലാത്ത പ്രൊഡക്റ്റുകൾക്ക്. ഞാൻ എന്തൊക്കെ മേടിച്ചോന്നും അതുപോലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ ഞാൻ പോയ ടൈമിൽ സ്കൂൾ റീഓപ്പണിങ്ങിൻ്റെ കുറച്ച് മുമ്പായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാഗും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മോന് സ്കൂൾക്ക് വേണ്ട ചില സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ചിലതൊന്നും ഞാൻ എടുത്തില്ല, ചിലത് നമ്മുടെ നാട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം.
പിന്നെ ഇത് ഒരുപാട് കോയിൻസൊക്കെ ഉണ്ട്, നമ്മുടെ പഴയ കാലം മുതലുള്ള കോയിൻസൊക്കെ ഇതിലുണ്ട്. അതുപോലെ ഒരുപാട് കറൻസിയും കാര്യങ്ങളൊക്കെ, പഴയ കാലത്ത് ഒരുപാട് കറൻസിയും അതുപോലെ കോയിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അതുപോലെ ഒരുപാട് കിച്ചൺ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.